ഹലോ, അപ്പൊ ഞാനിപ്പോ എവിടെയുള്ളതെന്ന് അറിയാവോ? ഞാൻ മെഡിഗ്ലോയിലാണ്, കരുനാഗപ്പള്ളിയിലുള്ള. ഇവിടെ കോസ്മെറ്റോളജി ഉണ്ട്, അതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലേ, എൻ്റെ ചുണ്ട് എപ്പോൾ നോക്കിയാലും നിറച്ച് ലിപ്സ്റ്റിക് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. പക്ഷെ വേറൊന്നും കൊണ്ടല്ല, ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നിട്ട് ചുണ്ടൊക്കെ ഭയങ്കര ഡാർക്കായി. അപ്പൊ ഇവിടെ നല്ല അടിപൊളി ലിപ് ലൈറ്റനിങ്ങിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഡോക്ടർ പാർവതിയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ കുറച്ചു നേരം സംസാരിച്ചായിരുന്നു. അപ്പൊ ഐ ട്രസ്റ്റ് ഹെർ, നല്ലതായിട്ട് എൻ്റെ കൺസേൺസ് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വന്ന് അന്വേഷിച്ച് പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്തിട്ട് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ചടപടയെന്ന് ഞാൻ ഓടിപ്പോയി എൻ്റെ പരിപാടി നോക്കട്ടെ, നിങ്ങളും കൂടെ പോരെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്കിന്നിനെ മാത്രമല്ല ഹെയറിൻ്റെ ഉണ്ടെന്ന്. നോക്ക്, ഡോക്ടർ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ്. ഇവർക്കൊക്കെ ഞാറ് നട്ട് മുടി കിളിപ്പിച്ചു കൊടുത്തു ഡോക്ടർ. ഞാൻ പോയി എൻ്റെ പരിപാടി നോക്കട്ടെ. ഹായ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം നമ്മുടെ ഇൻഡസ്ട്രി അറിയാലോ, എപ്പോഴും ഇങ്ങനെ ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഇട്ടുകൊണ്ട് അടങ്ങേണ്ടതാണ്. അപ്പോൾ എനിക്ക് പൊതുവെ ഇങ്ങനെ എപ്പോഴും കോസ്മെറ്റിക്സ് അങ്ങനെ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ഈ ലിപ്പ് ഭയങ്കര ഡാർക്ക് ആവുന്നു. ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ലെങ്കിലും ലിപ്പ് ഡാർക്ക് ആയതുകൊണ്ട് ലിപ്സ്റ്റിക് ഒഴിവാക്കാനേ പറ്റണില്ല. അപ്പോൾ എനിക്ക് ഈ ലിപ്പ് ഡാർക്ക്നെസ് മാറാൻ എന്തെങ്കിലും ഒരു നല്ല ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുമോ? ശരി. ഓക്കെ, ആദ്യം നമുക്ക് അറിയേണ്ടത് നമുക്ക് എന്തുകൊണ്ട് ഈ ഡാർക്ക് ലിപ്സ് വരുന്നു എന്നുള്ളത്. ഈ ഡാർക്ക് ലിപ്സിന് കുറേ റീസൺസ് ഉണ്ട്. മെയിൻ റീസൺ എന്ന് പറയുന്നത് ജനറ്റിക്സ് ആണ്. ഇപ്പൊ നമുക്ക് പാരന്റ്സിന് ഡാർക്ക് ലിപ്സ് ആണെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് മോസ്റ്റ് കോമൺ റീസൺ സ്മോക്കിംഗ്, സൺ എക്സ്പോഷർ. നമ്മുടെ സ്കിൻ ടാൻ അടിക്കുന്ന പോലെ തന്നെ നമ്മുടെ ലിപ്സും ടാൻ അടിക്കും. ചില ഡിസീസുകൾ വരുമ്പോൾ, ലൈക്കൻ പ്ലാനസ് പോലത്തെ ഡിസീസസ് വരുമ്പോൾ ലിപ്സ് ഡാർക്ക് ആവും. പിന്നെ ചില ഡ്രഗ്സിന്റെ സാധാ കഴിക്കുന്ന ടെട്രാസൈക്ലിൻ പോലത്തെ മരുന്നുകൾ കഴിക്കുമ്പോൾ ലിപ്സ് ഡാർക്ക് ആവും. ഹോട്ട് ബിവറേജസ്, നമ്മൾ ചൂട് കാപ്പി, ചൂട് ചായയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുമ്പോൾ, അങ്ങനെ പല റീസൺസ് ഉണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് നമുക്ക് വേണ്ട നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കുറച്ചൊന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലോട്ട് കിടക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് 2 ട്രീറ്റ്മെന്റ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെമി പെർമനന്റ് മേക്കപ്പ്, ഒരു ലിപ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് വോണ്ട് ലാസ്റ്റ് ലോങ്. സോ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ്സും പീൽസും ആണ്. പീൽസ് ആക്ച്വലി ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ മോർ ടൈം ടു ഗെറ്റ് ദി റിസൾട്ട്സ്. പക്ഷേ ലേസർ ട്രീറ്റ്മെന്റ്, അതായത് ഇപ്പൊ നമുക്ക് പീക്കോ ലേസർ എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ട്രീറ്റ്മെന്റ്സ് നമ്മൾ ലൈറ്റ്, അതായത് നമ്മൾ ലിപ്സിലോട്ടൊരു ലൈറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഈ ലൈറ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ് വിൽ റെഡ്യൂസസ് ദാറ്റ് മെലാനിൻ പിഗ്മെന്റേഷൻ. അപ്പം അത് പക്ഷേ ഒരു 1 ടൈം ട്രീറ്റ്മെന്റ് അല്ല. 4 സിറ്റിംഗ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് ഒരു കളറിലോട്ട് മാറും. ഇറ്റ് വോണ്ട് ഗെറ്റ് ലൈക്ക് ഭയങ്കര പിങ്ക് കളർ, ഭയങ്കര റെഡ് കളർ, അങ്ങനെ ഒരു ഇതിലോട്ട് വരത്തില്ല. പക്ഷെ നമ്മുടെ സ്കിൻ ടോണിനോട് ചേർന്ന ഒരു കളറിലോട്ട് മാറും. സോ ഗൈസ്, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പീക്കോ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എന്താണ് എൻ്റെ ചുണ്ടിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ചുണ്ടിന്റെ മേലിലെ മെലാനിൻ പിഗ്മെന്റേഷൻ കുറയ്ക്കുകയും എൻ്റെ ഡാർക്ക് ലിപ്സ് എല്ലാം നല്ല കളർഫുൾ ആക്കി മാറ്റുകയും ചെയ്യുകയാണ്. ഇത് പതുക്കെ ഒരു 2-3 വീക്സ് എടുക്കും കേട്ടോ റിസൾട്ട് കാണാൻ. അപ്പോൾ എൻ്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾ കണ്ട പോലെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിഫറൻസും തോന്നില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് പീൽ ചെയ്തിട്ടൊക്കെ വരണം. അപ്പോഴാണ് നമ്മുടെ ലിപ്പ് ലൈറ്റ് ആയിട്ട് വരുന്നത്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. എനിക്ക് ഈ ലേസറൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കുന്നേ ഉള്ളൂ. കുഞ്ഞു കടുക് പൊട്ടുമ്പോഴത്തേക്കും നമ്മൾ ദേഹത്തൊക്കെ ഇതാവുമ്പോൾ അങ്ങനെ ഒന്ന് തോന്നും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കമ്പിത്തിരിയുടെ മണവും വരും. പക്ഷെ എനിക്ക് കമ്പിത്തിരിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടോ, ബെയർലി 10 മിനിറ്റ്. അതോടെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എന്തായാലും ഹോപ്പിംഗ് ഫോർ ദ റിസൾട്ട്. എനിക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും ഇതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ്സിനായിട്ടൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പോൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഐ ഡു സജസ്റ്റ് ദ പേജ്.